السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه وذريته وعترته وأهل بيته وأزواجه الطاهرات أمهات المؤمنين وسلم تسليما كثيرا كثيرا. قل يا إماما للأئمة سيدا يا منحة الزهراء والنبوية عقد الرجاء عليك يا ابن المصطفى يا صنو فيض النفحة الحسنية وأبا لزين العابدين وعندكم جبر الكسير بزينب ورقية أقمت نساء أن تلدن مثيلكم أو كالذي جدتم عليه بنفحتي نظرة ومدد يا سيدنا الإمام الحسين نظرة ومدد يا سيدنا يا رسول الله. പരിശുദ്ധ മുഹറം മാസമാണിത്. ആശൂറയുടെ സുദിനം വരുന്നു. അതേ മുഹറം 10 കർബലാന്റെ ഓർമ്മകളുള്ള സുദിനം. ഇവിടെ നാം അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ കുറേ പാഠങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർബല പോരാട്ടത്തിൻ്റെ ഓർമ്മകൾ ഇതേ മുഹറം 10 തന്നെയാണ്. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീരോജ്വലമായ രക്തസാക്ഷിത്വത്തെ ഓർത്തുകൊണ്ട് സത്യവിശ്വാസികൾ ആ സുദിനത്തെ അനുസ്മരിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയപരമായി തന്നെ ഇന്നും അതിനെ കാണുകയും കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട്. ഇമാം സയ്യിദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീരേതിഹാസം, അതുല്യമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ വേദനയുടെ, നൊമ്പരത്തിൻ്റെ, വ്യസനത്തിൻ്റെ, സങ്കടങ്ങളുടെ കഥയായി ആർത്തട്ടഹസിക്കുന്നു, നെഞ്ചിലടിച്ച് കരയുന്നു, വല്ലാത്ത ഒരു വിലാപം തീർക്കുന്നു. ഇതാണോ ശരിയായ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പുലർത്തുന്ന സ്നേഹം? ഒരിക്കലുമല്ല. കാരണം എന്തുകൊണ്ട്? അതൊരു ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നഷ്ടത്തിൻ്റെ ഓർമ്മയല്ല നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് മനസ്സിലാകാൻ ആവശ്യമായ ഒരു വലിയ തത്വമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വളരെ സുചിന്തിതമായി പഠിപ്പിച്ച ഒരു കാര്യം, മുഹറം മാസത്തിലെ 10 അതാണ് യൗമു ആശൂറാ. ആ ചരിത്ര സുദിനത്തിൻ്റെ മഹത്വവും ചരിത്ര പ്രാധാന്യവും വിവരിച്ചുകൊണ്ട് പുണ്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി സംഭവങ്ങളെ ആ സുദിനവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഹദീസുകളും കൂടി വിശകലനം ചെയ്താൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ഇസ്ലാമിക സമൂഹങ്ങൾക്ക് 10-20 മഹാ അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ മുഹറം 10 യൗമു ആശൂറായിൽ സംഭവിച്ചതായി തിരുവചനങ്ങളിൽ വന്നിട്ടുണ്ട്. പൂർവകാല ഉമ്മത്തിന് നിരവധി നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, സുരക്ഷയുടെ, സമാധാനത്തിൻ്റെ, വിജയത്തിൻ്റെ പല സംഭവങ്ങളും ഉണ്ടായത് മുഹറം 10 യൗമു ആശൂറ. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ആ വലിയ
ഫറോവ സൈന്യത്തിന്റെ അപകടങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിന്റെ ബഹറിൽ മുങ്ങുന്ന അവസ്ഥയിൽ നിന്ന് സയ്യിദുന നൂഹ് അലൈഹിസ്സലാമിനെ ജലപ്രളയത്തിന്റെ മഹാകെടുതിയിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ സുദിനമാണ് യൗമു ആശൂറ. തുടർന്ന് സുരക്ഷയുടെ നൗകയിൽ കയറി ജൂദി പർവ്വതത്തിൽ സ്ഥാനം നേടിയത്, രക്ഷപ്പെട്ടത് യൗമു ആശൂറയിലായിരുന്നു. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നികുണ്ഡത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഒരു രോമത്തിനു പോലും പോറലേൽക്കാതെ തൗഹീദിന്റെ വിജയവും മുഅ്ജിസത്തും അല്ലാഹു തആല സയ്യിദുന ഇബ്രാഹിമിലൂടെ പ്രകടമാക്കിയതും ആശൂറ സുദിനത്തിലായിരുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തിട്ടുണ്ട്. സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ സുദിനം, ഇസ്രായേൽ ജനതക്കാകമാനം വിമോചനം നൽകിയ സുദിനം, ഫറോവ എന്ന കിരാതന്റെയും അനുയായികളുടെയും അരാജകത്വത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തിയ ദിവസം, ആ നദീ സമുദ്രത്തിൽ ശത്രുക്കളെ മുഴുവൻ മുക്കിക്കൊല്ലുകയും സയ്യിദുന മൂസയെയും അനുചരന്മാരെയും ഒരു വിഷമവും കൂടാതെ സമുദ്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത സുദിനം, അതും യൗമു ആശൂറാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പല സംഭവങ്ങളുമാണത്. സയ്യിദുന ഈസാ അലൈഹിസ്സലാമിന് വലിയ വിജയമുണ്ടായത്, അതായത് അള്ളാഹുവിങ്കലേക്ക് ഉന്നതമായി ഉയർത്തപ്പെട്ട സുദിനം, അത് യൗമു ആശൂറ ആണ്. സയ്യിദുന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിൽ സുദീർഘമായി പറഞ്ഞ സംഭവമാണ്. സമുദ്രത്തിൽ മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി വിഷമിച്ച സയ്യിദുന യൂനുസ് അലൈഹിസ്സലാം ദന്നൂൻ, അവരെ രക്ഷപ്പെടുത്തിയ സുദിനം യൗമു ആശൂറ ആയിരുന്നു. ഇങ്ങനെ സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാമിന് ദീർഘകാലത്തെ രോഗവും വ്രണങ്ങളും വിഷമങ്ങളും കഴിഞ്ഞ് സൗഖ്യത്തിന്റെ ഏറ്റവും വലിയ ശിഫാ നൽകിയത്, തൻ്റെ മക്കളെയും കുടുംബത്തെയും സ്വത്തുമെല്ലാം പൂർവോപരി തിരിച്ചു ലഭിച്ച ദിവസം ആശൂറാന്റെ അതേ മുഹറം 10 അതേ സുദിനത്തിലായിരുന്നു. അതെ, ഓരോ ഉമ്മത്തിനും അവരവരുടെ നായക പ്രഭുക്കന്മാരുമായി ബന്ധപ്പെട്ട വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ഓർമ്മകൾ പുതുക്കാനുള്ള ദിവസമാണ് യൗമു ആശൂറ. എന്നാൽ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്, ഇസ്ലാമിക സമൂഹം, മുഹമ്മദീയ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ വിഹിതം എന്താണ് ഈ സുദിനത്തിൽ? നേരിട്ട് പറയുമ്പോൾ ഈ ഉമ്മത്തിന് ബന്ധപ്പെട്ട വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, മഹാഭാഗ്യത്തിന്റെ ഏതു അനുഭവമാണ് മുഹറം 10 ആശൂറ സുദിനത്തിലുണ്ടായത്? ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായതോ ഇഹലോകവാസം വെടിഞ്ഞതോ ആശൂറ സുദിനത്തിലല്ല. മക്ക ഫതഹോ അല്ലെങ്കിൽ ഹിജ്റ സംഭവമോ, അതുമല്ലെങ്കിൽ ബദർ യുദ്ധമോ ഉഹുദ് യുദ്ധമോ, അറിയപ്പെട്ട ഏതെങ്കിലും ഒരു പോരാട്ടത്തിന്റെ വിജയമുണ്ടായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ ഏതൊരു സമര പോർക്കളവും മുഹറം 10 ആശൂറ സുദിനത്തിൽ അങ്ങനെ ഒരു വിജയ ഗാഥ ഉണ്ടായിട്ടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ മുഹറം 10 ആശൂറാവിന് ഒരു പ്രത്യേകമായ സംഭവം ഉണ്ടായതായി ചരിത്രം എവിടെയും പറയുന്നുമില്ല. എന്നാൽ പൂർവകാല പ്രവാചകന്മാർക്ക് എല്ലാവർക്കും വിജയവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ ആ സുദിനം ആവർത്തിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സയ്യിദ്ന ആദം അലൈഹിസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായതായി ഹദീസുകളിൽ പറയുന്നുണ്ട്. ഫഅൈന നസീബു ഹാദിഹിൽ ഉമ്മ മിൻ ഹാദൽ യൗം, ഈ വിശുദ്ധമായ സുദിനത്തിൽ ഈ ഉമ്മത്തിന് വിഹിതം എവിടെ? ചിന്തനീയമായ
ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്തുന്ന ചോദ്യമാണ്. സമാദരണീയരായ ഗുരുനാഥർ ഇത് പറഞ്ഞപ്പോഴാണ് ആലോചന വന്നത്. അതെ, പൂർവകാല സമൂഹത്തിനെല്ലാം പല രീതിയിലും പല സംഭവങ്ങളും ഉണ്ടായി വിജയത്തിൻ്റെ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും യൗമു ആശുറാഇന്റെ സുദിനം. എന്നാൽ ഈ ഉമ്മത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? അതെ, ലോക ചരിത്രം തന്നെ അഭിമാന പുരസ്സരം പറയാവുന്ന വിജയത്തിന്റെ, സുരക്ഷയുടെ, അഭിമാനത്തിന്റെ ഒരു സുദിനം നമുക്കും ഉണ്ടായിട്ടുണ്ട്. അതെ, സയ്യിദന വ മൗലാനൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വീരോജ്വലമായ രക്തസാക്ഷിത്വം അങ്ങ് ഇറാഖിലെ കർബലായിൽ ഇതുപോലെ ഒരു മുഹറം 10 യൗമു ആശുറായിലാണ് സംഭവിച്ചത്. കഴിഞ്ഞകാല സൗഭാഗ്യങ്ങളുടെ ചരിത്രത്തെ മുഴുവൻ വായിച്ചെടുക്കുമ്പോഴും പല നിലക്കും അതിനേക്കാളേറെ മഹത്വമുള്ള, സുരക്ഷിതത്വമുള്ള, സന്തോഷം നൽകുന്ന, ആഹ്ലാദിക്കാൻ വകയുള്ള വലിയൊരു സംഭവമായിരുന്നു കർബലായിൽ ആശുറാ സുദിനത്തിൽ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് ഓർക്കുമ്പോൾ അത് ആ രീതിയിലുള്ള ഒരു സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ കാരണമായി ചിന്തിക്കാൻ കഴിയണം. അതെങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക? ഏതെങ്കിലും ഒരു പോരാളി ജീവൻ വെടിഞ്ഞ് അപകടത്തിൽപ്പെട്ട് മരണമടയുന്നത് പോലെയുള്ള ഒരു മരണമല്ല സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുഹറം 10 കർബലയിൽ വരിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സഹായിക്കാൻ ആരുമില്ലാതെ, ഭരണാധികാരികളുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലാതെ ഇമാം ഹുസൈനും തൻ്റെ കുടുംബവും നിസ്സഹായരായി, നിരാലംബരായി, രക്തസാക്ഷികളായി മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ ദുഃഖ വിവരണത്തിൻ്റെ, അനുശോചനത്തിൻ്റെ ആ സംഭവത്തെ മറ്റൊരു രീതിയിൽ വായിച്ചെടുക്കാൻ കഴിയില്ലേ നമുക്ക്? ബുദ്ധിപരമായ ഒരു വിചിന്തനം നടത്തുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുക. ഒന്നാമതായി, രാഷ്ട്രീയപരമായ വലിയൊരു പോരാട്ടമായിരുന്നു അതെന്നും അരാജകത്വത്തിനെതിരിൽ, രാഷ്ട്രീയപരമായ അതിക്രമത്തിനെതിരിൽ സത്യത്തിൻ്റെ ചൂണ്ടുപലക ഉയർത്തിക്കൊണ്ടാണ് സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലായിലേക്ക് സമരയാത്ര നടത്തിയത്. യസീദ് എന്ന ക്രൂരനായ, അക്രമിയായ ഭരണാധികാരിയുടെ ദുശ്ചെയ്തികൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യലായിരുന്നു അത്. വിപ്ലവത്തിൻ്റെ, സമരത്തിൻ്റെ ആഹ്വാനമായിരുന്നു അത്. എന്നാൽ രാഷ്ട്രീയപരമായ ഒരു വ്യാഖ്യാനത്തിലൂടെ അതിനെ കാണുന്നതിന് പകരം ആധ്യാത്മികമായ ഒരു സംഭവം ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? മറ്റെല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല വലിയ വിജയം നൽകിയ ഈ സുദിനം, പക്ഷേ അവരെല്ലാവരും ആശുറാ സുദിനത്തിൽ വിജയ സന്തോഷം ലഭിച്ചപ്പോൾ പിന്നീട് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു. പരീക്ഷണങ്ങളുടെ, പൊറുതികേടിൻ്റെ, വിഷമങ്ങളുടെ, ദാരിദ്ര്യത്തിൻ്റെ, ശത്രു എതിർപ്പുകളുടെ, കാപട്യത്തിൻ്റെ ലോകത്തേക്കാണ് അവർ വീണ്ടും ഉയർത്തെഴുന്നേറ്റത്. നല്ലപോലെ മനസ്സിലാക്കിയാൽ മുഹറം 10 ആശുറാ സുദിനത്തിൽ സയ്യിദന മൂസ അലൈഹിസ്സലാം രക്ഷപ്പെട്ടു, ശരിയാണ്. പിന്നീട് ഇസ്രായേല്യരുടെ കൂടെയുള്ള ത്യാഗവും കഷ്ടപ്പാടുമായിരുന്നു അവർക്ക്. എല്ലാവർക്കും അങ്ങനെയായിരുന്നു. ജീവിതത്തിലേക്കാണ് അവർ തിരിച്ചു വന്നത്. ആശുറാ സുദിനത്തിൽ അവരുടെയൊക്കെ വിജയം ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളുടെ, കാഠിന്യത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, വിഷമത്തിൻ്റെ പലതും അഭിമുഖീകരിച്ചു അവർ. എന്നാൽ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ മുഹറം 10 ആശുറാ സുദിനത്തിൽ അഭിമുഖീകരിച്ച വിഷയം, വിജയം, അതെന്തായിരുന്നു? അതേ, ഐശ്വര്യത്തിൻ്റെ, സമ്പന്നതയുടെ യാത്ര. അതിനുശേഷം പിന്നെ ഒരു ദാരിദ്ര്യമില്ല. വിജയത്തിൻ്റെ ഒരു ഘോഷം. അതേ, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്തു സഹ്റാവിൻ്റെ അടുത്തേക്ക്, തൻ്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബിൻ്റെ സ്വർഗീയ ലോകത്തേക്ക്,
സർവോപരി തൻ്റെ എല്ലാമായ വല്യുപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സ്വർഗീയ സംഗമത്തിലേക്ക്. ഇതായിരുന്നു ഇമാം ഹുസൈൻ്റെ യാത്ര. തിരിച്ചുവരവ് ഈ ഭൂമിയിലേക്ക് ഇല്ലാത്ത യാത്ര. അതെ, കപടന്മാരുടെ മുഖത്തേക്ക് പിന്നെ അദ്ദേഹത്തിന് നോക്കേണ്ടി വന്നിട്ടില്ല. രാഷ്ട്രീയ വഞ്ചനയുടെയും കിരാതമായ ക്രൂരതകളുടെയും ചിഹ്നങ്ങളായി മാറിയ രാഷ്ട്രീയ പേക്കോലങ്ങളുടെ മുഖത്തേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ഒരു കഷ്ടപ്പാടും പിന്നീടില്ല. ആഹ്ലാദം മാത്രം, അതിൻ്റെ ശേഷം പിന്നെ ദുഃഖമില്ല. വിജയം മാത്രം, അതിൻ്റെ ശേഷം പിന്നെ പരാജയമില്ല. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം പൂർണ്ണമായ ഔന്നിത്യത്തിലേക്കുള്ള പ്രയാണമായിരുന്നു. അത് അള്ളാഹു നൽകിയ സമ്മാനദാനമായിരുന്നു. കാരണം ഈ നിയോഗത്തിലേക്കുള്ള യാത്രയിൽ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് തന്നെ അറിയാം എന്തുകൊണ്ട് പിന്നോട്ട് പോയില്ല. പലരും ഉപദേശിച്ചു, എന്നിട്ടും പിന്തിരിഞ്ഞില്ല. എന്തുകൊണ്ട്? അശഹാദത്തിന്റെ വീരരക്തസാക്ഷിത്വത്തിന്റെ ആ മഹാഭാഗ്യം താൻ ഏറ്റെടുത്ത് അഭിമുഖീകരിക്കുമ്പോൾ മാത്രമേ തനിക്ക് അല്ലാഹു തആല നിർണയിച്ച സയ്യിദു ശുഹദാ, ഇമാമുൽ ലിൽ അയിമ്മ, സയ്യിദു സാദാത്ത്, ഈ വലിയ ആധ്യാത്മിക പദവിയിലേക്ക് മഹാനവറുകൾ നയിക്കപ്പെടുകയുള്ളൂ. പൂർവകാല പ്രവാചകന്മാരുടെ എല്ലാവരുടെയും കാലത്തുണ്ടായ വിജയം യൗമു ആശുറാഇന്റെ ഓർമ്മകൾ. എന്നാൽ അതിനെയെല്ലാം 1000 മടങ്ങ് ഔന്നിത്യത്തിലേക്ക് ഉയർത്തുന്ന, പർവ്വതീകരിക്കുന്ന ഉന്നതമായ വിജയം മാത്രമാണ് ഈ ഉമ്മത്തിന് യൗമു ആശുറാഇന്റെ വിഹിതം. സയ്യിദുൽ ഇമാമുൽ ഹുസൈന്റെ രക്തസാക്ഷിത്വം ആ ഒരു വിജയത്തിന്റെ, അതേ, ആത്മീയമായി വേണം നാം ഇതൊക്കെ വിലയിരുത്താൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന പേരപുത്രൻ, തന്റെ പ്രിയപ്പെട്ട അരുമ മോൻ, അവര് കേൾക്കുമാറ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. കർബലായിലെ രക്തപങ്കിലമായ വാസന, ഇമാം ഹുസൈന്റെ രക്തത്തിന്റെ ഗന്ധം, സുഗന്ധം കർബലയിലെ മണ്ണിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണത്തറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് പല പ്രവചനങ്ങളും ഇമാം ഹുസൈൻ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞതുണ്ട്. തന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് ലഭിക്കാനുള്ള മഹാസമ്മാനദാനം, ബിരുദദാനം കർബലയിൽ വെച്ചാണെന്ന് സയ്യിദുൽ ഇമാമുൽ ഹുസൈന് നല്ല പോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിന്തിരിയാതെ സമരോജ്വലമായ മുന്നേറ്റത്തിന് സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ പോയത്. ഭീരുവായിട്ടല്ല. മരണത്തോട് പേടിയുള്ളവർക്കല്ലേ രക്തസാക്ഷിത്വത്തെ ഭയക്കേണ്ടു. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ വിപ്ലവ നായകനാണ്. എന്നാൽ ആധ്യാത്മികമായി തനിക്ക് ലഭിക്കേണ്ട പദവികൾ ലഭിക്കണമെങ്കിൽ ഈ ഒരു പോരാട്ടത്തിലേക്ക് പോകണം. അവിടെ തൻ്റെ കുടുംബത്തിന്റെ കൂടെ രക്തപങ്കിലമായ തീഷ്ണമായ പരീക്ഷണത്തിന് വിധേയരായി ക്ഷമാപൂർവം ആ മഹാഭാഗ്യം ഏറ്റെടുക്കണം. അതിനായിരുന്നു പോയത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നാം മാത്രം എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? ഇമാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അത് വിമോചനായിരുന്നു, പദവികളിലേക്കുള്ള ഔന്നിത്യമായിരുന്നു. അതെ, ആധ്യാത്മികമായി മഹാന്മാരുടെ ജന്മസുദിനം ആഘോഷിക്കാറുണ്ട്, അവരുടെ വിയോഗത്തിന്റെ സുദിനവും ആഘോഷിക്കാറുണ്ട്. ഇതാണ് അഹ്ലു സുന്നയുടെ സ്വഭാവം. എന്തുകൊണ്ടാണ്? ജന്മനാള് അവര് പരീക്ഷണമാകുന്ന, പരീക്ഷയാകുന്ന ലോക ഹാളിലേക്ക് പ്രവേശിക്കുന്ന സുദിനാണ്. അതാണ് ജന്മനാള്. ആ പരീക്ഷയിൽ വിജയിച്ചു മുന്നേറാം, അല്ലെങ്കിൽ അല്പം തളർന്നു പോകാം. ജീവിതത്തിൽ എന്തും സംഭവിക്കാലോ. എന്നാൽ വിയോഗം, ഒരു ആധ്യാത്മികമായി ഉയർന്ന മഹാത്മാവിന്റെ വിയോഗം, അത് ബിരുദദാനം ഏറ്റുവാങ്ങുന്ന, ഇനി വിജയം മാത്രമേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും A+ മാർക്ക് നേടി സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള വിജയത്തിലേക്കുള്ള കുതിപ്പാണ് വിയോഗത്തിന്റെ സുദിനം. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ ഓർമ്മ സുദിനങ്ങളായി അവരുടെ വിയോഗ നാളിനെ, അവരുടെ വഫാത്തിന്റെ സുദിനത്തെ അഹ്ലുസുന്ന കാണാറുള്ളത്. എല്ലാ സൂഫിയാക്കളും ആ രീതിയിലാണ്
മൗലിദ് ആഘോഷങ്ങൾ നടത്താറുള്ളത്. ജന്മസുദിനവും മൗലിദിന് നിമിത്താണ്. ഇവിടെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ കുറച്ച് ആളുകൾക്ക് ഇപ്പോഴും വെപ്രാളാണ്. എന്താണ്? വിലാപത്തിന്റെ സങ്കടത്തിന്റെ ഓർമ്മകളാക്കി മാറ്റി. ഇത് സത്യത്തിൽ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമല്ല, അവഹേളിക്കുന്നതിന്റെ ചിത്രമാണ്. നെഞ്ചത്തടിച്ച് രക്തം ചിന്തി ത്യാഗങ്ങളും ശാരീരിക പീഡനങ്ങളും സ്വന്തം വരുത്തിവെച്ച്, ഇതിന്റെ അർത്ഥം എന്താണ്? തങ്ങളുടെ നായകനായ ഇമാം ഹുസൈൻ ആരും സഹായിക്കാനില്ലാതെ നിസ്സഹായനായി വിഷമത്തോടുകൂടി പിടഞ്ഞു മരിച്ചു എന്ന് പറയുന്ന ആ ഒരു രീതിക്ക് പകരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് നിയോഗഭാഗ്യമായി കണക്കാക്കിയ ആ വലിയ രക്തസാക്ഷിത്വം എന്ന ഷഹാദത്ത് ഒന്നൊറ്റക്ക് ആലോചിക്കുക. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു ബെഡിൽ കിടന്ന്, ഒരു കട്ടിലിൽ കിടന്ന് സ്വാഭാവിക മരണം വരിക്കാനോ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിക്കാനോ ഒരു ചോയ്സ് ലഭിച്ചു എന്നിരിക്കട്ടെ, ഏതാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ തെരഞ്ഞെടുക്കുക? തീർച്ചയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദന അലിയെ പോലെ, തന്റെ മുൻഗാമികളായ സയ്യിദന ഉമറുൽ ഫാറൂഖിനെ പോലെ, സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ രക്തസാക്ഷിത്വത്തിന്റെ ഔന്നിത്യം നേടിയെടുക്കാനല്ലേ മഹാനവറുകൾ തെരഞ്ഞെടുക്കുക. പിന്നെ നമുക്കെന്തിനാ പ്രതിഷേധം, അല്ലെങ്കിൽ സങ്കടം, വിലാപം എന്തിനാണ്? അത് വേണ്ടെന്ന് വെക്കാനും അവസരം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്മാറിയിട്ടില്ല. അവർക്കറിയാം ഇതിന്റെ ബാക്കി എന്താണെന്ന്. ഇത് നടന്നെങ്കിലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രഖ്യാപനങ്ങളുടെയും പുലർച്ച ലോകം കാണുകയുള്ളൂ. അതെ, സയ്യിദന ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു കാലത്ത് രക്തസാക്ഷിയാകേണ്ട ആളായിരുന്നു, ബലിയറുക്കപ്പെടേണ്ട ആളായിരുന്നു. അതിനു പകരം അല്ലാഹു തആല ആ മുതുകിൽ നിന്ന്, ആ താവഴിയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി വരാനുള്ളത് കൊണ്ട് അവിടെ പ്രത്യേകമായ രീതിയിൽ സംരക്ഷിച്ചു. വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. അങ്ങനെ ഒരു ബലികർമ്മത്തിലൂടെ സയ്യിദന ഇസ്മായിലിന് അല്ലാഹു തആല ജീവൻ സുരക്ഷിതപ്പെടുത്തി. അതുപോലെ ഒരു സംഭവം പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ മകൻ സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഉപ്പ, ഒരു പാപവും ഒരു ശിർക്കും ജീവിതത്തിൽ ചെയ്യാത്ത പരിശുദ്ധ വ്യക്തിത്വം, ആ അബ്ദുല്ലാഹിയെയും ഇതുപോലെ ബലി കൊടുക്കേണ്ട ഒരു സാഹചര്യം അബ്ദുൽ മുത്തലിബിന് പിതാവിനുണ്ടായിരുന്നു. അത് പിന്നീട് ഒട്ടകത്തെ ബലി അറുത്തു കൊടുത്ത് ആ ഒരു വലിയ ബലിയിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. നിയോഗമാണിതെല്ലാം. അനബ്നു ദബീഹൈൻ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബലിക്ക് വിധേയരാകേണ്ട രണ്ട് വ്യക്തിത്വങ്ങളുടെ മകനാണ് ഞാൻ, അബ്ദുല്ലാഹിയുടെയും ഇസ്മായിലിന്റെയും. എന്നാൽ ആ ബലി എന്ന ആ വലിയ ഖളാ, നിയോഗം സാക്ഷാത്കാരമായി നടക്കണം. ഇവിടെ ആ ചരിത്രത്തിന്റെ പുലർച്ച കാണണം. അതായിരുന്നു ഇസ്മായിലിന്റെയും അബ്ദുല്ലാഹിയുടെയും ഒഴിഞ്ഞുപോയ ബലി എന്ന മഹാപരീക്ഷ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വമനസ്സാലെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ അതിൽ പിന്നെ നമ്മൾ കരഞ്ഞ് വെപ്രാളപ്പെട്ട് ഇന്ന് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഷിയാക്കൾ ആദർശശൂന്യരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഇസ്ലാമിക ആദർശത്തിനെല്ലാം വിരുദ്ധരാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരെ പോലും അപമാനിക്കുന്ന, കുറ്റങ്ങൾ പറയുന്ന ഷിയായിസത്തിന്റെ, ബിദ്അത്തിന്റെ വളരെ ദുർഗന്ധമുള്ള ആദർശമാണ് ഷിയായിസം. അത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള ശരിയായ സ്നേഹമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇമാം ഹുസൈൻ എന്ന ആ മഹാകഥാപാത്രം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ പൊന്നുമോൻ, ഈ രീതിയിൽ അപമാനിക്കപ്പെട്ട് അപകടപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്നിട്ട് യാ ഹുസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുകയാണ്.
പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സയ്യിദുനൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് അഹ്ലുസുന്നയും സൂഫികളായ ആളുകളൊക്കെ പറയുക. ഇവരോ എന്ത് വെപ്രാളപ്പെടുമ്പോഴും യാ ഹുസൈൻ അത്രേ ഉള്ളൂ. റളിയല്ലാഹു അൻഹു പോലും പലപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും അല്ല സ്നേഹം, വിലാപമല്ല വേണ്ടത്. ഒരു നഷ്ടത്തിന്റെ കഥാപാത്രവും ഒരു പരാജയത്തിന്റെ ചിഹ്നവുമായി ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവതരിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ധീരോജ്വലമായ സമരപോർക്കളത്തിലേക്ക് പോയി എന്നതും അക്രമികളായ യസീദിന്റെ ആളുകൾ കൊലപ്പെടുത്തി എന്നതും ചരിത്ര സത്യമാണ് എന്ന് കരുതി നമ്മൾ ഇന്ന് ആഘോഷിക്കേണ്ടത് ആ ഒരു ദുഃഖത്തിന്റെ ഓർമ്മയല്ല, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു നേടിയെടുത്ത ആധ്യാത്മിക വിജയത്തിന്റെ മഹാഘോഷമാണ്. ഇതാണ് നമുക്ക് ഈ സുദിനത്തിൽ ഓർക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ പൂർവകാല ഉമ്മത്തുകൾക്കൊക്കെ ഉണ്ടായ സുമോഹന സന്തോഷങ്ങളെക്കാളും വലുത് സയ്യിദുനൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേടിയെടുത്ത അതേ ഖുൽ യാ ഇമാമൻ ലിൽ അഇമ്മത്തി സയ്യിദൻ യാ മിൻഹത്തസ് സഹ്റാഇ വന്നബവിയ്യതി ഉഖിദ الرجاء عليك يا ابن المصطفى يا صنو فيض النفحة الحسنية رضي الله عنه. എന്നാൽ കൊലയാളികളായി അക്രമികളായി വന്ന അന്നത്തെ രാഷ്ട്രീയ പേക്കോലങ്ങളോട് നമുക്ക് പ്രതിഷേധമുണ്ട്. അവരുടെ ആ രാഷ്ട്രീയ ദുശ്ചെയ്തികളുടെ ദുഷ്ടലാക്കുകളെ കുറിച്ച് അഹ്ലുസുന്നയുടെ വക്താക്കൾ ബോധവാന്മാരാണ്. അവരെ ഒരു നിലക്കും വെള്ളപൂശാൻ കഴിയില്ല യസീദിന്റെ കിരാതമായ തോന്നിവാസങ്ങൾ. പക്ഷേ ആത്മീയ ഗുരുനാഥന്മാര് പറയാറുണ്ട് യസീദ് വല യസീദ്, അതായത് യസീദ് എന്ന ക്രൂര ഭരണാധികാരിയുടെ അനീതികൾ പറയുമ്പോൾ, തോന്നിവാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ വല യസീദ്, മുകളിലേക്ക് പോകരുത്. സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും സയ്യിദുനാ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും ആദരവായ റസൂലുള്ളാഹിയുടെ പുണ്യ പൂമുഖത്ത് നിന്ന് ഇസ്ലാമിക പ്രകാശ ജ്വാല സ്വീകരിച്ചവരാണവര്, സ്വഹാബത്താണവര്. ഒരു ചെറിയ വെറുപ്പും വിരോധവും നമ്മുടെ രാഷ്ട്രീയ പഠനത്തിന്റെ കുറവ് കൊണ്ടോ നമ്മുടെ രാഷ്ട്രീയ വ്യാഖ്യാനത്തിന്റെ തകരാറ് കൊണ്ടോ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയാൽ അവർ ഉത്തരവാദിത്വമില്ല. അവരെ നാം ഒരിക്കലും സ്വഹാബത്തിൽ ഒരാളെയും ഈ ഒരു രീതിയിൽ അധിക്ഷേപത്തിന്റെ മുനയിൽ നിർത്താൻ പാടില്ല. എന്നാൽ യസീദിന്റെയും കൂട്ടരുടെയും അരാജകത്വവും അനീതിയും പ്രതിഷേധാർഹമാണ്, അപലപനീയമാണ്. മഹാന്മാരായ അഹ്ലുസുന്നയുടെ ഉലമാ, സൂഫി ഗുരുനാഥന്മാരെല്ലാവരും പറയാറുള്ള ഒരു പ്രസിദ്ധമായ കഥയുണ്ട്. സാഹിത്യ ലോകത്തെ സമ്രാട്ടായിരുന്ന അസ്മഇ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സാഹിത്യാഭ്യാസം നൽകിയ അൽ അസ്മഇ, അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഒരു സഹോദരൻ പ്രാർത്ഥനാ നിരതമായി നടന്നു നീങ്ങുന്നുണ്ട്. അദ്ദേഹം വീണ്ടും വീണ്ടും ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മഗ്ഫിർലി വഅظنക ലൻ തഗ്ഫിറ ലി, അല്ലാഹുവേ എന്നോട് നീ പൊറുക്കണം, ഞാൻ കരുതുന്നത് എനിക്ക് നീ ഒരു കാലത്തും പൊറത്തു തരികയില്ലെന്നാണ്. അസ്മഇ ചോദിച്ചു, സഹോദര ഇതെന്തൊരു വിലാപാണ്? ഹാദാ മൗത്തിനു റഹ്മത്തിൻ വറജാ, കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ, പ്രത്യാശയുടെ സ്ഥലമല്ലേ ഇത്? ഇവിടുന്ന് അങ്ങനെയല്ലേ ദുആ ചെയ്യേണ്ടത്? നീ പിന്നെ എന്താണ് ഒരു കാലത്തും നീ എനിക്ക് പുറത്തു തരികയില്ലെന്നാണ് എന്റെ വിശ്വാസം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്? അപ്പോഴാ മനുഷ്യൻ പറഞ്ഞത്രേ അസ്മഇയോട്, അന കുൻതു മിനൽ ഖൗമി അല്ലദീന ഖതലുൽ ഇമാമൽ ഹുസൈൻ, സയ്യിദുനൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടുകാരെയും കൊലപ്പെടുത്തിയ സംഘത്തിൽ, ആ ഒരു ജനവിഭാഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പെട്ടുപോയി. അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം, തീരാ ദുഃഖം. അങ്ങനെയാണ് ഞാൻ വല്ലാതെ വിഷമത്തോടെ
എനിക്കൊരു കാലത്തും അള്ളാഹു പുറത്തു തരികയില്ലെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോകുന്നത്. അങ്ങനെ ഞാനൊരു കിനാബ് കണ്ടു. ഒരു വലിയ നീതിപീഠം സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ ജഡ്ജായി വരുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടെ വക്കീലായി വരുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിന്റെ അന്ത്യവിധിയുടെ നടപ്പിൽ വരുത്തുന്നത് രാജാതിരാജനായ അള്ളാഹുവാണ്. ആ നീതിപീഠത്തിൽ നിന്ന് ഒരു വലിയ പ്രഖ്യാപനം മുഴങ്ങിയതായി കിനാ കണ്ടു. അതർജൂ ഉമ്മത്തുൻ ഖതലത് ഹുസൈനൻ ശഫാഅത ജദ്ദിഹി യൗമൽ ഖിയാമ. സയ്യിദുന ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അഹ്ലു ബൈത്തിലെ കൂട്ടുകാരെയും കുടുംബത്തെയും നിഷ്ഠൂരമായി വധിച്ച ആ അക്രമി സംഘം എന്ത് കരുതുന്നു? അന്ത്യനാളിൽ ഇമാം ഹുസൈന്റെ വലിയുപ്പയായ സയ്യിദുനാ റസൂലുള്ളാഹിയുടെ എന്തെങ്കിലും ഒരു സ്നേഹബന്ധം, ഒരു ശുപാർശ ലഭിക്കുമെന്ന് അവർ കരുതുന്നുണ്ടോ? ഒരിക്കലും കരുതണ്ട. ആ ഒരു സ്നേഹത്തിന്റെ ശുപാർശയ്ക്ക് അവരൊരിക്കലും പാത്രമാവുകയില്ല എന്ന ഒരു കവിതയായിരുന്നു അവിടെ കേട്ടത്. അതായിരുന്നു നീതിപീഠത്തിലെ വിധി പ്രഖ്യാപനം. അതെ, സയ്യിദുന ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ദുഃഖവും വിലാപവും പ്രകടിപ്പിച്ച് കരയുന്നത് ഇമാം ഹുസൈന് അഭിമാനം വരുത്തില്ല, ഒരു ഗുണവും ചെയ്യില്ല. ആരും സഹായിക്കാനില്ലാത്ത ഒരു ദുർബലനായിരുന്നു. തിരുനബിയുടെ പൗത്രൻ എന്ന് പറയുന്നതും അത് കൊണ്ട് നടന്ന് പ്രചരിപ്പിക്കുന്നതുമല്ല അഭിമാനമുള്ള ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം. മറിച്ച് അള്ളാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്താൻ സയ്യിദുന ഇമാമുൽ ഹുസൈനെ തെരഞ്ഞെടുത്തപ്പോൾ ആ നിയോഗ ഭാഗ്യത്തിന്റെ അതിന്റെ മഹറായിരുന്നു ആ രക്തസാക്ഷിത്വം. സയ്യിദുന ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആധ്യാത്മികമായി പറഞ്ഞാൽ പിൽക്കാലത്ത് വന്ന എല്ലാ ഔലിയാഇന്റെയും ആത്മീയ ഗുരുവര്യന്മാരുടെയും പിതാമഹാനാണ് സയ്യിദുന ഇമാമുൽ ഹുസൈൻ, സയ്യിദുന ഇമാമുൽ ഹസൻ റളിയല്ലാഹു അൻഹുമ. അതെ, മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ വചനങ്ങൾക്കും ബാഹ്യമായ അർത്ഥവ്യാഖ്യാനങ്ങൾ ഉണ്ടാകും, ശാസ്ത്രീയമായ വിശകലനങ്ങൾ ഉണ്ടാകും. എന്നാൽ ആധ്യാത്മികമായ വായനയും കൂടി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഫീലിങ്സ്, അതിൻ്റെ മധുരം അനുഭവിക്കുക. അതെ, ജ്ഞാന മഹാസമുദ്രങ്ങൾ രണ്ട്, സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ, സയ്യിദുന ഇമാമു അലി റളിയല്ലാഹു അൻഹു, ആ രണ്ട് ബഹർ പരസ്പരം സംഗമിച്ചപ്പോൾ അവിടെ നിന്നാണ് യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. സയ്യിദുന ഇമാമുൽ ഹുസൈൻ, സയ്യിദുന ഇമാമുൽ ഹസൻ, അതെ, മുത്തും മാണിക്യവും പിറന്നത് ആ സംഗമത്തിൽ നിന്നാണ്. ആ മഹാജ്ഞാന സാഗര സംഗമത്തിന്റെ പുറപ്പാടായിരുന്നു, അതിന്റെ പ്രത്യുൽപ്പന്നമായിരുന്നു ഇമാം സയ്യിദുന അൽ ഹുസൈൻ, സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന. സ്വർഗീയവാസികളുടെ നായക പ്രഭുവാണ് സയ്യിദുന ഇമാമുൽ ഹുസൈൻ എന്ന റസൂലുള്ളാഹിയുടെ തിരുപ്രവചനത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ ഷഹാദത്ത് സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത സുദിനമാണ് സയ്യിദുന ഇമാമുൽ ഹുസൈന്റെ കർബലായിലെ ആശൂറാ 10 സുദിനം. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആത്മീയ ബന്ധത്തെയും സ്നേഹത്തെയും പ്രകടിപ്പിക്കുക, ഇതാണ് നമുക്ക് അഭികാമ്യം. عليك يا ابن المصطفى يا صنو فيض النفحة الحسنية نظر ومدد يا سيدنا الإمام الحسين رضي الله عنهم أجمعين. ആ കുടുംബത്തിന്റെ മഹബത്താണ് നമ്മുടെ ആധാരം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തോളത്തിരുത്തി സ്നേഹിച്ച്
മിമ്പറിൽ മടിയിലിരുത്തി ലാളിച്ച് തന്റെ പ്രിയപ്പെട്ട നാവും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നാവും അടുപ്പിച്ച് നിർത്തി കളിപ്പിച്ച് ആ ഒരു ബന്ധമൊന്നും നമ്മുടെ കൽബിൽ നിന്ന് അശേഷം വിട്ടുപോകരുത് എന്നതിൻ്റെ പേരിൽ ആ ഒരു ചരിത്ര സുദിനത്തെ ബേജാറിന്റെയും വെപ്രാളത്തിന്റെയും ഒച്ചപ്പാടാക്കി വെറും ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്ക് മാത്രം കൊണ്ടുപോയി. അതിന്ന് ഷിയാ വിഭാഗത്തിന്റെ രാഷ്ട്രീയപരമായ ലക്ഷ്യം നേടാനുള്ള ആഹ്വാനങ്ങളാണ്. അതിൽ നാം ഒരിക്കലും അകപ്പെട്ടു പോകേണ്ട കാര്യമില്ല. സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചരിത്രമാണ്, സന്ദേശമാണ്, ദൃഷ്ടാന്തമാണ്. അവിടുന്ന് ലോകത്തോട് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. അവിടുന്ന് ഇബാദത്ത് തന്നെ വല്ലാതെ ചെയ്യുന്നയാളായിരുന്നു ഇമാം ഹുസൈൻ. അങ്ങനെ ഒരിക്കല് തൻ്റെ വീട്ടുമുറ്റത്ത് നിറയെ ആളുകൾ ആവലാദികളുമായി, ദുഃഖങ്ങളുമായി, സങ്കടങ്ങളുമായി വന്നവരാണ്. അതുവഴി ജ്യേഷ്ഠൻ സയ്യിദുൽ ഇമാമുൽ ഹസൻ നടന്നുപോയി. നിങ്ങൾ എന്താ ഇവിടെ കാത്തിരിക്കുന്നത്, കുറെ നേരമായല്ലോ എന്ന് അന്വേഷിച്ചു. അതെ, ഞങ്ങളെല്ലാവരും ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണാൻ, സങ്കടം പറയാൻ, ആവലാതി ബോധിപ്പിക്കാൻ വന്നതാണ്. അതെ, അഹ്ലുൽ ബൈത്ത് കാലാകാലങ്ങളിലും ആശ്വാസത്തിന്റെ തീരങ്ങളാണ്, സൗഖ്യത്തിന്റെ കേന്ദ്രങ്ങളാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ കുറെ നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. ഇമാം ഹുസൈൻ എന്നവർ ഖൽവത്തിലാണ്, ഏകാന്ത ധ്യാനത്തിലാണ്. ഞങ്ങൾ അവരുടെ പുറത്തേക്കുള്ള പുറപ്പാടും കാത്തിരിക്കുകയാണ്. അപ്പൊ സയ്യിദുൽ ഇമാമുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ഫലകത്തിൽ ഒരു സന്ദേശം എഴുതി വാതിൽ കോണിലൂടെ താഴത്തേക്ക് വെച്ചു കൊടുത്തു. ഇതാണ് ഇന്ന് ഇമാം ഹുസൈനിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട പാഠം. രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹിക പ്രവർത്തകര്, മതപണ്ഡിതന്മാരെല്ലാവരും കേൾക്കുക. എന്തായിരുന്നു അതിൽ എഴുതിയത്? ആ കുറിപ്പ്, ഇന്നഹ്തിയാജന്നാസി ഇലൈക്കും മിൻ നിഅമില്ലാഹി അലൈക്കും ഫലാ തമല്ലൂഹാ ഫതഊദ നിഖമൻ. ജനങ്ങൾക്ക് നിങ്ങളിലേക്ക് ആവശ്യമുണ്ടാവുക എന്നത്, ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങളെ തേടി വരുന്നു, നിങ്ങളെ അന്വേഷിക്കുന്നു, നിങ്ങളുടെ വാതിൽക്കൽ വന്ന് ക്യൂ നിൽക്കുന്നു. ഈ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുന്നത് അല്ലാഹു തആല നിങ്ങൾക്ക് ചൊരിയുന്ന വലിയ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ മഹാഭാഗ്യത്തെ നിങ്ങൾ അവഗണിക്കരുത്. അങ്ങനെ വരുന്നവരെ നിങ്ങൾ തട്ടിമാറ്റരുത്. ഏകാന്ത ധ്യാനത്തെക്കാൾ അത്തരം കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ സമയവും അധ്വാനവും വിനിയോഗിക്കണം. ഇന്ന ഹത്യാജന്നാസി ഇലൈക്കും മിൻ നിഅമില്ലാഹി അലൈക്കും ഫലാ തമല്ലൂഹാ. അതിനെ നിങ്ങൾ അവഗണിച്ചാൽ ഫതഊദ നിഖമൻ, അത് പരീക്ഷണങ്ങളായി വരും, നിഅമത്ത് നിഖ്മത്തായി തീരും. ഈ ഒരു കത്ത്, ഈ ഒരു കുറിപ്പ് സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ ഖൽവത്തിൽ നിന്ന് കണ്ട് പെട്ടെന്ന് വായിച്ചു. പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി മേലിൽ ജനോപകാര കാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറി നിൽക്കുകയില്ല. ഇത് അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്താണ്. അതിന്റെ തുടർച്ചയായിരുന്നു കർബലായിലേക്കുള്ള യാത്രയും രക്തസാക്ഷിത്വവുമെല്ലാം. മനുഷ്യവംശത്തെ അക്രമ ഭരണാധികാരികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സമരയാത്രയായിരുന്നു അത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു തആല സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ തങ്ങൾക്ക് നൽകിയ വലിയ വിജയത്തിന്റെ ബിരുദദാന ചടങ്ങായിരുന്നു അത്. നളറ വ മദദ് യാ സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ, നളറ വ മദദ് യാ സയ്യിദനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.